أعوذ بالله من الشيطان الرجيم والوالدات يرضعن أولادهن حولين كاملين لمن أراد أن يتم الرضاعة وعلى المولود له رزقهن وكسوتهن بالمعروف لا تكلف نفس إلا وسعها لا تضار والدة بولدها ولا مولود له بولده وعلى الوارث مثل ذلك فإن أرادا فصالا عن تراض منهما وتشاور فلا جناح عليهما وإن أردتم أن تسترضعوا أولادكم فلا جناح عليكم إذا سلمتم ما آتيتم بالمعروف واتقوا الله واعلموا أن الله بما تعملون بصير. 233 ഈ വചനം വളരെ വിശദമായി നമ്മൾ മനസ്സിലാക്കി. ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ചില പാഠങ്ങളെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. അതിലൊന്നാമത്തേത് മുലയൂട്ടേണ്ട ബാധ്യത ഉമ്മക്കാണ് എന്നതാണ്. വൽവാലിദാതു യുർദിഅന എന്ന് പറഞ്ഞ് തുടങ്ങിയല്ലോ. അപ്പോൾ അതിൽ വിവാഹമുക്തക്ക് മുലകുടി പ്രായത്തിലുള്ള കുഞ്ഞുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ മുലയൂട്ടാൻ അവൾ ബാധ്യസ്ഥയാണ്. അതിന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മുലകുടി പ്രായത്തിന് ശേഷം കുട്ടിയുടെ പരിപാലനത്തിൻ്റെ ചുമതല അതാർക്കാണ്? സത്യത്തിൽ അത് മാതാവിൽ തന്നെയാണ്. ആൺകുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നത് വരെയും പെൺകുട്ടികൾക്ക് വിവാഹം ചെയ്തയക്കുന്നത് വരെയുമാണ് ആ പരിപാലന കാലം എന്ന് പറയുന്നത്. ഇനി അങ്ങനെയല്ലെങ്കിൽ കുട്ടികൾക്ക് 8 വയസ്സായാൽ, അതായത് വിവേചനബോധമുറച്ചാൽ, മാതാവിനെയോ പിതാവിനെയോ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം എന്നതാണ്. ഇത് ഒരു സംഗതി കൂടി ആലോചിക്കണം. ഇത് കുട്ടിയുടെ മുലകുടി മാറിയ ശേഷം മാതാവ് പുനർവിവാഹിതയാവുന്ന പക്ഷം അവിടെ ഈ പരിപാലന ഉത്തരവാദിത്തം മാതാവിൽ നിന്ന് പിതാവിലേക്ക് നീങ്ങും. ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി. നോക്കൂ, വൽ വാലിദാതു യുർദിഅന ഔലാദഹുന്ന എന്ന് പറഞ്ഞു. അവിടെ മാതാക്കൾക്കാണ് ഈ മക്കളെ മുലയൂട്ടേണ്ട ബാധ്യത എന്ന് പറയുമ്പോൾ അതിൽ ഈ മാതാക്കളിലേക്കാണ് ഈ ബാധ്യത ചേർത്ത് പറഞ്ഞത്. അത് വായിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു മാതാവിന് അത്തരത്തിലുള്ളൊരു മോഹം ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ. രണ്ടാമതായി മനസ്സിലാക്കേണ്ട കാര്യം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളത് വിശദീകരിച്ചു. അഥവാ 2 വർഷമാണ് പൂർണ്ണമായ മുലകുടി പ്രായം എന്ന് പറയുന്നത്. ഹൗലൈനി കാമിലൈനി, അത് ലിമൻ അറാദ അൻ യുതിമ്മ റദാഅ, പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണ്. അതിൽ കൂടുതൽ കാലം, ഈ 2 വർഷത്തിൽ കൂടുതൽ കാലം മുലയൂട്ടാൻ മാതാവിന് ബാധ്യതയില്ല. മനസ്സിലായില്ലേ? അങ്ങനെ മാതാവ് ചെയ്യുകയാണെങ്കിൽ ആ സന്ദർഭത്തിലുള്ള ചെലവ് പിതാവ് വഹിക്കേണ്ടതുമില്ല എന്നതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെ കാമിലൈനി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഇത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നത്. അത് പരിപൂർണമാകാൻ വേണ്ടി കാമിൽ എന്ന പദം ഉപയോഗിക്കുക എന്നത് ഖുർആൻ്റെ ഒരു ശൈലിയാണ്. സൂറത്ത് ബഖറയിലെ തന്നെ 196-ാമത്തെ വചനം വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഈ
ഹജ്ജിൻ്റെ അറവ് നടത്താൻ സാധ്യമല്ലാത്ത ആളുകളോട് പറഞ്ഞത് ഫസിയാമു സലാസത്തി അയ്യാമിൻ ഫിൽ ഹജ്ജി വസബഅത്തിൻ ഇദാ റജഅതും, എന്നിട്ട് പറഞ്ഞു തിൽക അശറത്തുൻ കാമില, 10 പൂർണ്ണമാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പൂർണ്ണമാക്കുക എന്നത് വളരെ സാധാരണയായി ഖുർആൻ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് എന്നർത്ഥം. മനസ്സിലായില്ലേ? മൂന്നാമതായി മനസ്സിലാക്കേണ്ടത് 2 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ വേണമെന്ന് തോന്നുന്ന പക്ഷം മാതാപിതാക്കൾക്ക് കൂടിയാലോചിച്ച് ഉഭയസമ്മതത്തോടുകൂടി കുട്ടിയുടെ മുലകുടി മാറ്റാവുന്നതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ലിമൻ അറാദ അൻ യുത്തിമ്മ റദാഅ എന്ന് പറഞ്ഞത്. പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണത് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിർത്താം. ലിമൻ അറാദ അൻ യുത്തിമ്മ റദാഅ എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം ഉദ്ദേശിക്കേണ്ടതാണ്. അത് പൂർത്തിയാക്കുക എന്നത് എന്തല്ല, വാജിബല്ല. അതിൽ ഈ വിവേചനാധികാരമുണ്ട്, നിർബന്ധമല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ലിമൻ അറാദ അൻ യുത്തിമ്മ റദാഅ എന്ന വാക്ക്. നിർബന്ധമാണെങ്കിൽ അത് പറയില്ല. നിർബന്ധമാണെങ്കിൽ അവിടെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യം കൊടുത്തല്ലോ, അതിനർത്ഥം എന്തല്ല, നിർബന്ധമല്ല എന്നതാണ്. മനസ്സിലായില്ലേ? ഇനി ഇത് അങ്ങനെ പൂർത്തിയാക്കാതെ ഈ മുലകുടി ബന്ധം നിർത്തുകയാണെങ്കിൽ അത് ഏകപക്ഷീയമാകാൻ പാടില്ല. അത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഏകപക്ഷീയമായി തീരുമാനിക്കാൻ മാതാവിനോ പിതാവിനോ അധികാരമില്ല. പരസ്പരം ചർച്ച ചെയ്യണം. ചർച്ച ചെയ്താൽ മാത്രം പോരാ. അതാണ് പിന്നീട് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് മുഷാവറ വേണം. എന്താണ് മുഷാവറ എന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് ആരോടാണ് യഥാർത്ഥത്തിൽ അത് കൺസൾട്ട് ചെയ്യേണ്ടത്? അത് ആ വിഷയത്തിലെ എക്സ്പേർട്സിനോട് കൺസൾട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടർമാരോട് വേണം. അതുപോലെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഗൗരവത്തിൽ അറിയുന്ന പ്രായമായ ആളുകളോട് വേണം. അതൊക്കെ അതിൽ പ്രധാനമാണ്. അത് നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു സംഗതിയാണ്. 4-മത്തെ കാര്യം ഈ മഅറൂഫിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ അവർ മാതാവിൻ്റെ വിഷയമായാലും ശരി, പിന്നെ മുലയൂട്ടാൻ കൊടുക്കണ സ്ത്രീയുടെ വിഷയമായാലും മതി, അവിടെയൊക്കെ മഅറൂഫുണ്ട്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതാത് സമയത്ത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഉർഫ് എന്ന് പറഞ്ഞൊരു സാധനം ഇസ്ലാമിലുണ്ട്. ഈ ഉർഫ് എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ നിലവിലുള്ള നടപടിക്രമമാണ്. ആ നടപടിക്രമത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിനൊരു അടിസ്ഥാനപരമായ നിയമമുണ്ട് ഇസ്ലാമിൽ. അതെന്താ വെച്ചാൽ ഉർഫ് നമുക്ക് ചെയ്യാം, അതിനെ പരിഗണിക്കാം എപ്പോൾ മാലം യുഖാലിഫ് ഷറാഅ്. ഉർഫ് ഷറാഇന് എതിരല്ലെങ്കിൽ, ഒരു നാട്ടിലെ രീതി അത് ശരീഅത്തിനെതിരല്ല, ഇസ്ലാമിൻ്റെ നിയമ നടപടികൾക്കെതിരല്ലെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. ഇനി ഇസ്ലാമിക നടപടികൾക്കും മൂല്യങ്ങൾക്കും എതിരാണെങ്കിലോ അത് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഷറായിലേക്കാണ് അവിടെ മടങ്ങേണ്ടത് എന്നർത്ഥം. അത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. 5-മത്തെ ഒരു വിഷയം, ഈ കുട്ടിയുടെ പരിപാലന കർമ്മത്തിൻ്റെ ചുമതല മാത്രമേ മാതാവിനുള്ളൂ. മനസ്സിലായില്ലേ? അതിൻ്റെ ഉത്തരവാദിത്വവും ബാധ്യതയൊക്കെ പൂർണ്ണമായും പിതാവിനാണ്. അപ്പോൾ കുട്ടികളുടെ ഭക്ഷണം, വസ്ത്രം, ചികിത്സ ഇതൊക്കെ പിതാവാണ് വഹിക്കേണ്ടത്. അതുപോലെ മുലയൂട്ടുന്ന കാലത്ത് ഈ വിവാഹമുക്തയായ മാതാവിൻ്റെ ഭക്ഷണം, വസ്ത്രം ഇതൊക്കെ പിതാവാണ് വഹിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഒരു കാര്യം കൂടി ഇത് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ പിതാവിൻ്റെ ഭാര്യയല്ല എന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത് വഹിക്കേണ്ടി വരുന്നത്. ഇനി മാതാവ് മുല കുടിക്കുന്ന കുട്ടിയുടെ പിതാവിൻ്റെ ഭാര്യയാണെങ്കിലോ, അപ്പോൾ പിന്നെ ഭാര്യ എന്നുള്ള അവകാശമാണ്, അല്ലാതെ മുലയൂട്ടുന്നവർ എന്ന പ്രത്യേകമായ അവകാശമോ പ്രതിഫലമോ ഒന്നും അവർക്ക് കിട്ടില്ല. കിട്ടേണ്ടതുമില്ലല്ലോ സ്വാഭാവികമായിട്ടും. മനസ്സിലായില്ലേ? അതാണ് അതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ 6-മതായി ഓർക്കേണ്ടത്,
ഈ മുലയൂട്ടുന്ന വിവാഹമുക്തക്ക് നൽകേണ്ട ഭക്ഷണ വസ്ത്ര ചെലവിൻ്റെ ഗുണം, അളവ്, ഇതൊക്കെ രണ്ടുപേരുടെയും സാഹചര്യം, ജീവിത നിലവാരം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കേണ്ടത്. അത് നമ്മൾ ആ ഉറുഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രത്യേകം അതവിടെ വിശദീകരിച്ചിരുന്നു. അത് നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഏഴാമത്തെ വിഷയം, അത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ പിതാവ് മരിച്ചു പോയാൽ എപ്പോഴും ശ്രദ്ധിക്കണം. അനന്തരാവകാശികൾ സ്വത്ത് വീതിച്ച് പോവുകയല്ല വേണ്ടത്. അനന്തരാവകാശികൾക്കാണ് ഈ മാതാവിന് പിതാവ് ചെയ്തിരുന്ന ബാധ്യതകൾ, അപ്പോൾ ചെലവിന് കൊടുക്കേണ്ടതും വസ്ത്രമായാലും ഭക്ഷണമായാലും. അതുമാത്രമല്ല, അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ മാതാവിന് ചെലവിന് കൊടുക്കേണ്ട ബാധ്യത ഉണ്ടെങ്കിൽ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ത്? ഈ കുട്ടിയുടെ കാര്യങ്ങളും കൂടി അവർ ഏറ്റെടുക്കണം. മനസ്സിലായില്ലേ? അത് വാജിബാണ് ശരിക്കും. കുട്ടിയുടെ കാര്യം അവർ ഏറ്റെടുക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. എട്ടാമത്തെ വിഷയം, ഒരിക്കലും മാതാവിൻ്റെയോ പിതാവിൻ്റെയോ മേൽ അവരുടെ കഴിവിൽപ്പെടാത്ത ബാധ്യതകൾ ചുമത്താൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞിനെ പ്രസവിച്ചതാണല്ലോ എന്ന നിലയിൽ തുച്ഛമായ എന്തെങ്കിലുമൊക്കെ നൽകി മാതാവിനെ ഒരിക്കലും ഈ ഭർത്താവ് പീഡിപ്പിക്കരുത്. അതുപോലെ തന്നെ തിരിച്ചും കുട്ടിയുടെ പിതാവ് അയാളാണല്ലോ എന്ന നിലയിൽ പിതാവിനെ പിഴിയാൻ ശ്രമിക്കരുത്. എന്നുവെച്ചാൽ രണ്ട് കൂട്ടരും അവിടെ സൗഹാർദ്ദത്തോടെ വേണം. പരസ്പരം അവർക്ക് കഴിയുന്ന ഒരു തുകയാണ് അല്ലെങ്കിൽ ബാധ്യതയാണ് അവിടെ തീരുമാനിക്കപ്പെടേണ്ടത്. മനസ്സിലായില്ലേ? അത് അങ്ങനെ തീരുമാനിക്കുന്ന ഒരു തുക തൻ്റെ അവസ്ഥയ്ക്ക് അപര്യാപ്തമാണെങ്കിൽ സ്വാഭാവികമായി മാതാവിന് അർഹമായത് ലഭ്യമാകാൻ മധ്യസ്ഥന്മാരെയോ അല്ലെങ്കിൽ കോടതിയെയൊക്കെ സമീപിക്കാം. അതിന് വിരോധമല്ല. അതുപോലെ തന്നെ തിരിച്ചും തന്നോട് ആവശ്യപ്പെടുന്നത് തനിക്ക് സഹിക്കാൻ പറ്റാത്ത, തനിക്ക് കൊടുക്കാൻ പറ്റാത്തതാണ് മാതാവ് ആവശ്യപ്പെടുന്നതെങ്കിലും അപ്പോഴും പിതാവിന് അപ്രകാരം ചെയ്യാം. അത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ ഇതൊക്കെ ഇതിൽ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതികൾ എന്ന നിലക്കാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒമ്പതാമത്തെ ഒരു കാര്യം, കുട്ടിയെ മറ്റൊരു സ്ത്രീക്ക് മുലയൂട്ടാൻ വേണ്ടി ഏൽപ്പിക്കുന്നതിനെ കുറിച്ചാണ്. അവിടെ യഥാർത്ഥത്തിൽ ഈ മാതാവിൻ്റെ തൃപ്തി വളരെ പ്രധാനമാണ്. ഒരിക്കലും പിതാവ് മാതാവിൽ നിന്ന് കുട്ടിയെ പിരിച്ചു കൊണ്ടുപോകാൻ പാടില്ല. ആ മാതാവ് കൂടി അത് തൃപ്തിപ്പെട്ടെങ്കിൽ മാത്രമേ അപ്രകാരം ചെയ്യാൻ പാടുള്ളൂ എന്നർത്ഥം. അതല്ലാതെ പിരിച്ചു കൊണ്ടുപോവുക എന്നത് ഈ കുഞ്ഞിൻ്റെ മാനസിക ശാരീരിക ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കുട്ടിക്ക് കിട്ടേണ്ടത് കേവലം പാല് മാത്രമല്ല, തീക്ഷ്ണമായ വൈകാരികതകൾ കിട്ടേണ്ടതുണ്ട്. അത് കൊടുക്കാൻ ഉമ്മക്കാണ് കൂടുതൽ സാധിക്കുക. അപ്പോൾ ഉമ്മ പറ്റൂല എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ, വിസമ്മതം പ്രകടിപ്പിച്ചെങ്കിൽ മാത്രമേ മറ്റൊരു സ്ത്രീയെ ഏൽപ്പിക്കാൻ പാടുള്ളൂ. അവിടെ പ്രത്യേകിച്ച് ആ കാര്യം ശ്രദ്ധിക്കണം എന്നാണ്. മനസ്സിലായില്ലേ? പിന്നെ പത്താമത്തെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ മുല കൊടുക്കാൻ ഏൽപ്പിക്കപ്പെടുന്ന സ്ത്രീ, ആ സ്ത്രീക്ക് നിശ്ചയിച്ച തുക നൽകണം. അതിലൊരു അമാന്തവും കാണിക്കരുത്. അത് കൊടുക്കേണ്ടത് വളരെ സ്നേഹത്തോടെ ആയിരിക്കണം. കാരണം അതൊക്കെ ഈ കുട്ടിയുടെ ഭാവി ജീവിതത്തിൽ പ്രതിഫലിക്കും എന്നതാണ്. അതുകൊണ്ടാണ് ഏറ്റവും അവസാനമായി ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം, അള്ളാഹു നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കാണുന്നുണ്ട് എന്ന ബോധം നിങ്ങൾക്കുണ്ടാകണമെന്നാണ്. ഇത് എല്ലാ വിഷയത്തിലും, പ്രത്യേകിച്ച് ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്കുണ്ടാകണം എന്നർത്ഥം. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ.